ഉമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഋഷിയുടെ പക മൂലം ഋഷി നന്ദൻ്റെ ജീവൻ എടുക്കാൻ തുനിയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഈ ചന്ദ്രമതി വന്നതിന് ശേഷം പ്രഭാവതിയാണെങ്കിൽ ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച് തന്നെ ദേവികയെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞ് അപമാനിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, പ്രഭ നീ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തല്ലേ, ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാം ചെയ്തത് നന്ദനല്ലേ എന്ന് ചോദിക്കുമ്പം എല്ലാത്തിനും കാരണം ഇവളും കൂടിയാണ്. ഇവള് നന്ദൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ നന്ദനിപ്പോൾ ഇവിടെ ഉണ്ടായേനെ. എന്തായാലും നന്ദന ആകെ തകർന്നു നിൽക്കുന്ന അവസ്ഥയിലല്ലേ ഇവളുടെ വീട്ടിലോട്ട് പോയത്. അത് തെറ്റല്ലേ ചന്ദ്രമതി എന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെങ്ങനെ തെറ്റാവും പ്രഭേ, നന്ദന ആ മാതിരി ചതിയല്ലേ ദേവികയോട് ചെയ്തത്. ആ ഇസബല്ലേനെയും നന്ദനെയും ദേവിക ഒരു ഹോം സ്റ്റേന്ന് പിടിച്ചില്ലേ, അതിലും വലിയൊരു ചതി ഒരു പുരുഷനും ഒരു സ്ത്രീയോട് ചെയ്യാനുണ്ടോയെന്ന്. ആ സമയത്ത് പ്രഭ പറയുന്നുണ്ട്, അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രം, നന്ദന ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനതെല്ലാം ഇവളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ്, എന്നിട്ട് ഇപ്പോഴും ഇവൾക്ക് നന്ദനോട് പകയാണ്. ഇത് കേട്ട് ദേവികയ്ക്കാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, ഇനി നമ്മൾ നന്ദനെ കണ്ടെത്താനല്ലേ ശ്രമിക്കണ്ടേ, അല്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഇവൾ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നന്ദനെ കാണാതാവില്ലായിരുന്നു എന്ന്. ആ സമയം ദേവിക വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടേ, നന്ദനെ കണ്ടാൽ പോരെ, എന്തായാലും ഞാൻ നന്ദുവിനെ കണ്ടെത്തി അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരും, അതുപോലെ അമ്മയ്ക്ക്, അമ്മ ഇനി എന്നെ കുറ്റം പറയാതെ സമാധാനമായിട്ടിരിക്കുന്നു. അങ്ങനെ ദേവിക അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ സിദ്ധാർത്ഥനുണ്ട്. സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പ്രഭയും ചന്ദ്രമതിയും പറയണേന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ, നന്ദുവിനെ നമ്മൾ കണ്ടുപിടിച്ചില്ല എന്നും പറഞ്ഞ് അമ്മ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി, അമ്മയ്ക്ക് അതല്ലേ പറയാനുള്ളൂ, നമ്മളുടെ അവസ്ഥയൊന്നും അമ്മ ചിന്തിക്കണില്ല. ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട്, അത് മോള് കാര്യമാക്കണ്ട, പ്രഭയുടെ വിഷമം കൊണ്ട് പറയണേന്ന് പറയുമ്പം അതെന്താ വെച്ചാൽ അമ്മയ്ക്ക് മാത്രമാണ് വിഷമമുള്ളൂ, ഇവിടെ കാണാതായിരിക്കുന്നത് എൻ്റെ ഭർത്താവിനെയല്ലേ, അപ്പോൾ എനിക്കും വിഷമമില്ലേ, അതെന്താ അമ്മ ചിന്തിക്കാത്തതെന്ന്. അന്നേരം സിദ്ധാർത്ഥം പറയുന്നുണ്ട്, അത് വിട്ട് കളമോളെ, എന്തായാലും നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, അധികം വൈകാതെ തന്നെ നന്ദനെ നമ്മൾ കണ്ടെത്തുന്നു. അന്നേരം ദേവിക പറയുന്നുണ്ട്, നന്ദുവിനെ കണ്ടെത്താൻ വേണ്ടി ഞാൻ വേറൊരാളുടെ സഹായം തേടിയിട്ടുണ്ട് അച്ഛാന്ന്. അന്നേരം ആരുടെയാണെന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല, പണ്ട് അച്ഛൻ ജയിലിൽ കിടന്നില്ലേ, ആ സമയത്ത് നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് എസ്തപ്പാൻ ചേട്ടൻ. എസ്തപ്പാൻ ചേട്ടൻ അന്ന് ഒരുപാട് കാര്യത്തിന് നമ്മളുടെ കൂടെ നിന്നതുകൊണ്ടാണ് അച്ഛനെ കുഴപ്പമൊന്നും കൂടാതെ നമുക്ക് ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റിയെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട്, എന്നിട്ട് എസ്തപ്പാൻ എവിടെയെന്ന് ചോദിക്കുമ്പം എസ്തപ്പാൻ ചേട്ടൻ അധികം വൈകാതെ തന്നെ ഇവിടെ എത്തും, എസ്തപ്പാൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, എസ്തപ്പാൻ ചേട്ടൻ അതെല്ലാം കൈകാര്യം ചെയ്തോളൂന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ ആകെ സമനില തെറ്റിയതുപോലെയാണ് നിൽക്കണത്. എന്നിട്ട് കെവിനോട് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം ഉറപ്പാണ്, നന്ദനെ നമ്മൾ വിട്ട ആളുകൾ ചെന്നപ്പം നന്ദനെ അവിടെ കണ്ടില്ല, അത് മിക്കവാറും ഋഷിയുടെ പണിയായിരിക്കും, നമ്മൾക്കല്ലാതെ വേറെ ആർക്കും നന്ദനോട് ശത്രുതയില്ല, പിന്നെ ശത്രുതയുള്ളത് ഋഷിക്ക് മാത്രം, അതുകൊണ്ട് ഋഷിയും അരുന്ധതി മേഡവും കൂടി ചേർന്ന് നന്ദനെ തട്ടിക്കൊണ്ടുപോയതായിരിക്കും. നന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കഴിഞ്ഞാൽ എന്തായാലും ഋഷിയുടെ കൊലക്കേസ് അന്വേഷണം വരും. ആ സമയത്ത് ഋഷി മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലീസിന് മനസ്സിലായി കഴിഞ്ഞാൽ എന്തായാലും ഋഷി ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് അരുന്ധതി മേഡത്തിന് അറിയാം. അതുകൊണ്ട് മേഡത്തിൻ്റെ പ്ലാനിൽ ഋഷി തന്നെയായിരിക്കും നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, അതിന് നീ ചോദിച്ചല്ലോ ബെല്ല, അപ്പോൾ ഋഷി ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്തായാലും അവൻ ചെയ്തെങ്കിൽ തന്നെ അവൻ നമ്മളോട് സമ്മതിക്കില്ലല്ലോ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബെല്ല എന്ന് ചോദിക്കുമ്പം എന്തായാലും അത് ഉടനെ കണ്ടെത്തണം, അതിന് വേണ്ട വഴി എന്താണെന്ന് വെച്ചാൽ നീ നോക്ക്, ഞാൻ പാപ്പനോടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ഇസബല്ലയാണെങ്കിൽ കുരുവിളയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതേസമയം കുരുവിളയാണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പം ഇസബല്ല ചെന്നിട്ട് പാപ്പൻ എന്താ ആലോചിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ബെല്ല, നമ്മളിപ്പോൾ വലിയൊരു കെണിയിലെ പെട്ടിരിക്കണേ, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വലിയ പാടാന്നാണ് തോന്നണേ, എന്തായാലും നീ നന്ദനെ തട്ടിക്കൊണ്ട് വന്നു എന്ന് കരുതിയാണ് ഞാനിരുന്നത്, ഇതിപ്പോൾ നിൻ്റെ അടുത്തുമില്ല ഋഷിയുടെ അടുത്തുമില്ല, ഇനി മൂന്നാമത് ആരെങ്കിലും നന്ദന് ശത്രുതയുള്ളവരുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കതൊന്നും അറിയില്ല പാപ്പ, അങ്ങനെ നന്ദുവിന് ശത്രുക്കളുള്ളതൊന്നുമായിട്ട് അറിയില്ല എന്ന് പറയുമ്പം എന്തായാലും മൂന്നാമതൊരാളാണ് നന്ദനെ തട്ടിക്കൊണ്ട് പോയേക്കണേ, അത് ആരാന്ന് കണ്ടുപിടിക്കണം, എന്നാലേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും കുടുങ്ങുമെന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, എന്നാലും നന്ദനെ കടത്തിക്കൊണ്ട് പോയത് ആരായിരിക്കുമോ, നന്ദനെ എവിടെ പോയി കാണുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാധിക അങ്ങോട്ട് വരുന്നുണ്ട്. രാധിക വന്നതും ശാരിക വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം നീ ആരെ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ശാരികയ്ക്ക് പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ശാരിക പറയുന്നുണ്ട്, ഞാൻ ദേവിയേച്ചിയെ വിളിച്ചതെന്ന്. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്തായി ചന്ദ്രോത്ത് പോയിട്ട് നന്ദൻ്റെ വിശേഷം വല്ലതും അറിഞ്ഞു എന്ന് മോള് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ, നന്ദേട്ടൻ്റെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല,
ആ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട്, അതെന്താ പോലീസ് അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടാത്ത? എൻ്റെ സംശയം ആ അരുന്ധതി ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്നാന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, എനിക്കും ആ ഒരു സംശയം ഇല്ലാതെ ഇല്ല. എന്തായാലും അരുന്ധതിക്കല്ലേ മകനെ നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് തന്നെ നന്ദേട്ടനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അരുന്ധതി മേഡം ചിലപ്പോൾ നന്ദേട്ടനെ കടത്തിക്കൊണ്ട് പോയതായിരിക്കും. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, അതിന് പ്രതികാരം ചെയ്തിട്ട് എന്താ പ്രയോജനം? അവരുടെ മകൻ മരിച്ചു, ആ കുറ്റത്തിന് നന്ദൻ സ്റ്റേഷനിൽ ഹാജരാവാനിരുന്നതല്ലേ, അപ്പോഴല്ലേ കാണാതായത്? എന്തായാലും സ്റ്റേഷനിൽ ഹാജരായി കഴിഞ്ഞാൽ നന്ദന് തക്കതായ ശിക്ഷ കിട്ടൂലേ, പിന്നെ എന്തിനാ അവർ പ്രതികാരം ചെയ്യണമെന്ന് ചോദിക്കുമ്പം അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ല അമ്മേ. എന്തായാലും ദേവേച്ചി ഇതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. എത്രയും പെട്ടെന്ന് നന്ദേട്ടന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന്. ഈ സമയത്ത് നമ്മളുടെ ശാരികയുടെ ഫോണിലേക്ക് ഈ കെവിൻ വിളിക്കുന്നുണ്ട്. ഈ ഫോൺ എടുത്തതും കെവിനാന്ന് കണ്ടിട്ട് ശാരിക ഞാനിപ്പോൾ വരാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അപ്പുറത്ത് ചെന്നിട്ട് ശാരിക ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കെവിൻ ചേട്ടാന്ന് ചോദിക്കുമ്പം അത് ശാരി നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല കെവിൻ ചേട്ടാ, നന്ദേട്ടനെക്കുറിച്ച് ഒരു വിവരമില്ല. കെവിൻ ചേട്ടന് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ചോദിക്കുമ്പം ഇല്ല ശാരിക്ക് ഒരു വിവരവും കിട്ടിയില്ല. ഇനിയിപ്പോൾ നന്ദൻ പേടിച്ച് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല. എന്തായാലും നന്ദേട്ടൻ അങ്ങനെ പേടിച്ച് പോകാനൊന്നും സാധ്യതയില്ല. നന്ദേട്ടൻ തന്നെയല്ലേ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് എല്ലാവരോടും പറഞ്ഞത്. പിന്നെ ചേച്ചിയും പ്രഫാൻറ്റിയൊക്കെ നന്ദേട്ടനോട് സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നും നന്ദേട്ടൻ അങ്ങനെ ഒരു പേടിയുള്ളതായിട്ട് പറഞ്ഞില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്, അന്ന് നന്ദേട്ടൻ്റെ കൂടെ ആ കൊലപാതകത്തിൽ പങ്കുചേർന്ന ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ നന്ദേട്ടനെ തട്ടിക്കൊണ്ട് പോയേക്കണേ. അന്നേരം കെവിൻ ചോദിക്കുന്നുണ്ട്, അവരെന്തിനാ തട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, നന്ദേട്ടൻ കുറ്റങ്ങളെല്ലാം സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് അന്വേഷണം വരും. അപ്പം നന്ദേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെയും പോലീസ് പിടിക്കും. അത് പേടിച്ചിട്ട് അവർ തന്നെ നന്ദേട്ടനെ തട്ടിക്കൊണ്ട് പോയതാണോന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ആ സമയത്ത് കെവിനാണെങ്കിൽ ഇങ്ങനെ ആകെ പരവേശമാവുന്നുണ്ട്. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, കെവിൻ ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? കെവിൻ ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ശാരിക, ഒരു ബുദ്ധിമുട്ടും ഇല്ല നീ പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ശാരിക പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ കടത്തിക്കൊണ്ട് പോയവരെയും ഞങ്ങൾ കണ്ടുപിടിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചേച്ചി ചെയ്തിട്ടുണ്ട്. എന്തായാലും DYSPയുടെ അന്വേഷണം കൂടാതെ വേറൊരു ടീമിനെയും ചേച്ചി അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടതും കെവിനാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. എന്നിട്ട് കെവിൻ പറയുന്നുണ്ട്, ശാരി ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ ഇച്ചിരി തിരക്കിലാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ശാരിക്ക് മനസ്സിലാവുന്നുണ്ട് അന്വേഷണം വേറെ ആളെ ഏൽപ്പിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ കെവിന് പേടിയായിട്ടുണ്ട്. എന്തായാലും നന്ദേട്ടനെ കാണാതെ ഇതിന് പിന്നിൽ കെവിന് പങ്കുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള പേടി കൊണ്ട് അരുന്ധതി ഋഷിയുടെ റൂമിലേക്ക് ചെല്ലുമ്പം ഋഷിയാണെങ്കിൽ പ്രാന്തെടുത്തതുപോലെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ എറിഞ്ഞുടയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഋഷി, എന്താ നിൻ്റെ പ്രശ്നം, നീ എന്തിനാ ഇങ്ങനെ കാണിക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ വന്നില്ല, എല്ലാം കൈ വിട്ടു പോവുക. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ നന്ദൻ സ്റ്റേഷനിൽ ഹാജരാവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സത്യങ്ങളെല്ലാം ദേവികയോട് പറയാന്ന്. അന്നേരം നീയല്ലേ പറഞ്ഞേ അതൊന്നും വേണ്ട, നന്ദനെയും ചന്ദ്രോത്തുകാരെയും തകർക്കണമെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? നിൻ്റെ കസ്റ്റഡിയിൽ നന്ദനുണ്ടെന്നും പറഞ്ഞ് നീ ഇരുന്നു. നിൻ്റെ കസ്റ്റഡിയിലും ഇല്ല, ഇസബല്ലയുടെ കസ്റ്റഡിയിലും ഇല്ല, വേറെ ആരോ നന്ദനെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. നിങ്ങളറിയാതെ വേറൊരു ശത്രുവും കൂടി നന്ദന ഉണ്ടാകും. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ഇല്ല ഇതെല്ലാം ചന്ദ്രോത്തുകാരുടെ നാടകമായിരിക്കും, ഞാൻ ഉറപ്പായിട്ടും നന്ദനെ കണ്ടുപിടിക്കും, അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് നന്ദനെ ദ്രോഹിക്കണേ, അതിന് മാത്രം എന്ത് തെറ്റാണ് നിന്നോട് നന്ദൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനിനി അവനെ ദ്രോഹിക്കാനല്ല തീരുമാനിച്ചേക്കണേ, അവനെ ഞാൻ കൊന്നു കളയാനാണ് തീരുമാനിച്ചേക്കണത്. അത് കേട്ടതും അരുന്ധതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തൊക്കെയാണ് ഈ പറയണേ, ഇതൊരു നിസ്സാര കാര്യമായിട്ടാണോ നീ കണ്ടേക്കണേ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതം എന്താവും, നീ ജയിലിൽ പോകേണ്ട വരില്ലേ, ജയിലിൽ പോയാലും കുഴപ്പമില്ല, ആ ചന്ദ്രോത്തുള്ളവർ സമാധാനമായിട്ട് ജീവിക്കരുത്, ആ പ്രഭാവതി നന്ദനും നരകിച്ച ജീവിക്കാവുള്ളൂ, അതുപോലെ ദേവികയും നമ്മൾ ഉപദ്രവിക്കാൻ നോക്കിയില്ലേ അവൾക്കും നല്ല പണി കൊടുക്കണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, മോനെ ഞാൻ പറയണത് കേൾക്ക്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ പറയണേ, ആ നന്ദനെ വെറുതെ വിട്ടേരെ, അവരവരുടെ പാട്ടിന് ജീവിച്ചോട്ടെ, നമുക്ക് അവരെയും കൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നിട്ടാണോ എൻ്റെ ലീനയെ ആ പ്രഭാവതി കൊന്നേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അന്ന് കഴിഞ്ഞു പോയില്ലേ മോനെ, ഇനി അതിൻ്റെ പേരും പറഞ്ഞ് നിൻ്റെ ജീവിതം കൂടെ തൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്തായാലും ഇന്നത്തോടു കൂടി നീ ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതൊന്നും അവസാനിപ്പിക്കാൻ പോണില്ല, നന്ദൻ മരിക്കണ വരെ ഞാനിത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് കേട്ടതും അരുന്ധതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അരുന്ധതി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറേ ഗുണ്ടകൾ ചേർന്ന് നമ്മളുടെ നന്ദനെ പിടിച്ചുകൊണ്ട് പോണതാണ്. നന്ദൻ അന്നേരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ, എന്നെ വീട്, എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുമ്പം നിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വിടാടാ, അത് നീ കിടന്നുറങ്ങിയ വീട്ടിലേക്കല്ല, നിന്നെ ഞങ്ങൾ ശാശ്വതമായിട്ട് ഉറങ്ങാനാണ് വിടാൻ പോണേന്ന്. അന്നേരം നന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ നിനക്കെല്ലാം വൈകാതെ മനസ്സിലാക്കി തരാം, എന്തായാലും കുറച്ച് സമയം കൂടി നീ വെയിറ്റ് ചെയ്താൽ മതി,
അതിനുള്ളിൽ നിന്നെ ഞങ്ങൾ പരലോകത്തേക്ക് അയക്കുന്നു. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങളൊക്കെ ആരാ? നിങ്ങളെ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നേക്കണേ? എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ദയവ് ചെയ്ത് എന്നോട് ജീവനോട് വിടണം. ദേവി അമ്മ ആകെ വിഷമിച്ചിരിക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ, ഏത് ദേവി വിഷമിച്ചാലും കുഴപ്പമില്ലടാ. ഇനി നീ ജീവിച്ചിരിക്കണ പ്രശ്നമില്ല. ഞങ്ങൾക്ക് ബാധ്യതയായിട്ട് നീ ജീവിച്ചിരുന്നാൽ അത് ഞങ്ങൾക്ക് പിന്നീട് പ്രശ്നമാവും. അതുകൊണ്ട് മുകളിൽ നിന്നുള്ള ഉത്തരവ് നിന്നെ കൊന്നു കളയാനാണ്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ആരാ എന്നെ കൊന്നു കളയാൻ പറഞ്ഞേക്കണേന്ന് ചോദിക്കുമ്പം, അതൊന്നും തൽക്കാലം നീ അറിയണ്ട. എന്തായാലും നീ മരിക്കണേന് മുമ്പ് ഞങ്ങളുടെ ബോസിനെ കാണും. അതുവരെ നീ ക്ഷമയോടെ നിൽക്കുന്ന. പിന്നീട് കാണിക്കുന്നത് ഒരു ലേഡി അങ്ങോട്ട് വരുന്നതാണ്. അവരുടെ മുഖമൊന്നും വ്യക്തമല്ല. ആ സമയത്ത് ആ ഗുണ്ടകൾ പറയുന്നുണ്ട് ബോസ് വന്നു എന്ന്. അങ്ങനെ നന്ദനാണെങ്കിൽ അവരുടെ നേരെ നോക്കിയിട്ട് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇവനെ ഇനി ജീവനോടെ വച്ചേക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവനെ കൊന്നു കളഞ്ഞേരേന്ന്. അത് കേട്ടതും നന്ദനാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും ആ ഒരു ഗുണ്ട പോയി നല്ലൊരു കത്തി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് കൂടെയുള്ള ഗുണ്ടകളോട് ഇവൻ്റെ 2 കൈയിലും പിടിച്ചു നിർത്തിക്കോ, ഞാനിവനെ തീർക്കാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് കത്തി എടുത്ത് നന്ദനെ കുത്തുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ വേദന കൊണ്ട് അമ്മേ അമ്മേന്നും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. ഈ സമയത്ത് വേഗം തന്നെ പ്രഭാവതി നന്ദ മോനേന്നും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ പ്രഭാവതി കണ്ട സ്വപ്നം മാത്രമായിരുന്നു. എന്നിട്ട് പ്രഭാവതി ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥനെ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പ്രഭേ, എന്തിനാ താൻ കരഞ്ഞ, തനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അത് സിദ്ധു നന്ദൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം. ആ സമയത്ത് പ്രഭാവതിയോട് സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട്, താൻ എന്തൊക്കെയായി പറയണതെന്ന് ചോദിക്കുമ്പം, ഞാനിപ്പോൾ ഒരു സ്വപ്നം കണ്ടു സിദ്ധു, നന്ദനെ ആരോ കൊല്ലാൻ ശ്രമിക്കണതാ കണ്ട്, എൻ്റെ മോനെ എനിക്കിപ്പോൾ കാണണമെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി കരഞ്ഞതും സിദ്ധാർത്ഥനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡിലായിട്ട് തന്നെ നമ്മളുടെ എസ്തപ്പാൻ വരും, നന്ദനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുകയും ചെയ്യുന്ന സീനുകളാണ് വരാൻ പോകുന്നത്. അതോടുകൂടി നമ്മളുടെ ഇസബല്ലയ്ക്കും കെവിനും ഋഷിക്കൊക്കെ നല്ല 8ൻ്റെ പണി തന്നെ എസ്തപ്പാൻ കൊടുക്കും. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.